കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ സംസാരിച്ച വിഷയം ഇന്ന് മിഡിൽ ഈസ്റ്റ് കേന്ദ്രമായി ഇറാനും അമേരിക്കയും ഇസ്രായേലും ഒക്കെ പങ്കെടുത്ത് നടന്നുകൊണ്ടിരിക്കുന്ന യുദ്ധവുമായി ബന്ധപ്പെട്ട് അതിനെ പരിശുദ്ധമായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഖിയാമത്ത് നാളിന്റെ അടയാളങ്ങളുമായി ബന്ധപ്പെട്ട ഹദീസുകൾ കൊണ്ട് വ്യാഖ്യാനിക്കുന്നതിന്റെ അപകടത്തെക്കുറിച്ചാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. ലോകത്ത് എല്ലാ മതവിഭാഗവും ശാസ്ത്ര സമൂഹവും ഒക്കെ ഈ ലോകത്തിന്റെ ആരംഭത്തെക്കുറിച്ചും അവസാനത്തെക്കുറിച്ചും ഒക്കെ വ്യത്യസ്തമായ രീതിയിൽ ആലോചിക്കുകയും ചർച്ച ചെയ്യുകയും ചെയ്യുന്നതായി നമുക്ക് കാണാൻ സാധിക്കും. ശാസ്ത്രീയമായി പോലും എങ്ങനെയാണ് ഈ മഹാപ്രപഞ്ചം രൂപപ്പെട്ടത്, ഈ മഹാപ്രപഞ്ചം ഉണ്ടായത്, തുടക്കമുള്ള ഈ പ്രപഞ്ചം എങ്ങനെ ഒടുങ്ങും, എങ്ങനെ അവസാനിക്കുമെന്ന് ശാസ്ത്രീയമായ പഠനങ്ങൾ കാണാം, മതപരമായ പഠനങ്ങളും കാണാൻ സാധിക്കും. അല്ലാഹു തആല പരിശുദ്ധ ഖുർആനിൽ അവലം യറല്ലദീന കഫറു, ദൈവനിഷേധികളായ ആളുകൾ കാണുന്നില്ലയോ, അന്ന സമാവാതി വൽ അർള കാനതാ റത്ഖൻ, തീർച്ചയായും ആകാശവും ഭൂമിയും ഒക്കെ ഒറ്റ പിണ്ഡമായിരുന്നു, ഒട്ടിച്ചേർന്ന ഒന്നായിരുന്നു. ഫഫതഖ്നാഹുമാ, നാം അവയെ വേർപെടുത്തുകയും വികസിപ്പിക്കുകയും ചെയ്തു. വജഅൽനാ മിനൽ മാഇ കുല്ല ശൈഇൻ ഹയ്യ്, ജീവനുള്ള എല്ലാ വസ്തുക്കളെയും വെള്ളത്തിൽ നിന്ന് നാം സൃഷ്ടിച്ചു. അഫലാ യുഅ്മിനൂൻ, എന്നിട്ടും ഈ പ്രപഞ്ചത്തിന് ഒരു സൃഷ്ടാവുണ്ട് എന്ന് അവർക്ക് വിശ്വസിക്കാൻ എന്റെ വൈമനസ്യമെന്ന് അല്ലാഹു തആല പരിശുദ്ധ ഖുർആനിൽ ചോദിക്കുന്നു. ശാസ്ത്രീയമായ കാഴ്ചപ്പാടുകൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇന്നത്തെ ആധുനിക ശാസ്ത്രത്തിൽ ഏറ്റവും കൃത്യമായ അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ അംഗീകരിക്കപ്പെടുകയും സ്വീകരിക്കപ്പെടുകയും തങ്ങളുടെ ശാസ്ത്രീയമായ നിരീക്ഷണങ്ങളുടെയും കണ്ടുപിടുത്തങ്ങളുടെയും അടിസ്ഥാനമായി നിശ്ചയിക്കുകയും ചെയ്ത ഈ പ്രപഞ്ചത്തിന്റെ ഉത്ഭവത്തെക്കുറിച്ചുള്ള ഏറ്റവും സ്ട്രോങ് ആയ തിയറി ബിഗ് ബാങ് തിയറിയാണ്. അഥവാ പ്രപഞ്ചം ഒരു ബിന്ദുവിൽ നിന്ന് വികസിച്ച് ഇന്നീ കാണുന്ന രൂപത്തിലേക്ക് എത്തി. 1927 ബെൽജിയംകാരനായ ജോർജിയസ് ലാമാത്രെ എന്ന് പറയുന്ന ശാസ്ത്രജ്ഞൻ, അദ്ദേഹം അവതരിപ്പിച്ച ഈ സിദ്ധാന്തമാണ് ശാസ്ത്രീയമായി നോക്കിക്കഴിഞ്ഞാൽ ഇന്നത്തെ ഈ പ്രപഞ്ചത്തിന്റെ ഉത്ഭവത്തെക്കുറിച്ച് ഏറ്റവും ആധികാരികമായ തിയറി. പരിശുദ്ധ ഖുർആൻ പ്രപഞ്ചത്തിന്റെ ഉത്ഭവത്തെക്കുറിച്ച് പറഞ്ഞ ആയത്തിനോട് ഏറ്റവും കൂടുതൽ യോജിക്കുന്നതും ഈ തിയറിയാണ്. അഥവാ 13.72 ബില്യൺ ദശലക്ഷം വർഷങ്ങൾക്ക് മുമ്പ്, മലയാള ഭാഷയുടെ പരിമിതികളിൽ നിന്നുകൊണ്ട് നമ്മൾ പറഞ്ഞാൽ ഒരു ബിന്ദുവിൽ നിന്ന്, ഒരു കേന്ദ്രത്തിൽ നിന്ന് പ്രപഞ്ചം ഉത്ഭവിച്ചു. ബിഗ് ബാങ് എന്ന മഹാവികാസം അത് ആരംഭിച്ചതിന് ശേഷം പ്രപഞ്ചമാകെ കടുത്ത ചൂടായിരുന്നു. പിന്നീട് അത് പതിയെ തണുത്തു തുടങ്ങി. തണുത്തു തുടങ്ങുന്നതിനനുസരിച്ച് അത് വികസിച്ചു തുടങ്ങിയതിനനുസരിച്ച് കോർക്കുകളും ഇലക്ട്രോണുകളും രൂപപ്പെട്ടു. പിന്നീട് കോർക്കുകളിൽ നിന്ന് ഒരു സെക്കൻഡിന്റെ 1,00,000 സമയം കൊണ്ട് കോർക്കുകൾ കൂടിച്ചേരുകയും ആ കോർക്കുകളിൽ നിന്ന് ന്യൂട്രോണുകളും പ്രോട്ടോണുകളും ചേർന്ന് ന്യൂക്ലിയസുകൾക്ക് രൂപം കൊണ്ടു. പിന്നീട് 3.80 ലക്ഷം വർഷം ന്യൂക്ലിയസിന്റെ ഓർബിറ്റിൽ നിലനിന്നിരുന്ന ഇലക്ട്രോണുകളും അതേപോലെ പ്രോട്ടോണുകളും ന്യൂട്രോണുകളും അടങ്ങിയ ന്യൂക്ലിയസും ചേർന്ന് ആദ്യത്തെ ആറ്റമുണ്ടായി. പിന്നീട് ഘട്ടം ഘട്ടമായി നമ്മൾ ഇന്ന് ഈ കാണുന്ന രീതിയിൽ ഈ പ്രപഞ്ചം വികസിച്ചു വന്നു. ഈ വികാസം ഇങ്ങനെ തുടർന്നുകൊണ്ടേ ഇരിക്കുകയാണ്. ഇത് ജോർജിയസ് ലാമാത്രെ 1927 അവതരിപ്പിക്കുകയും പിന്നീട് ക്ലാസിക്കൽ ഫിസിക്സിന്റെ അവസാനത്തെ വാക്ക് എന്ന് അറിയപ്പെടുന്ന ആൽബർട്ട് ഐൻസ്റ്റീന്റെ റിലേറ്റിവിറ്റി തിയറി മാത്തമാറ്റിക്കലി ഈ പറയുന്ന തത്വത്തിന് ബലം നൽകുകയും ലോകത്ത് അംഗീകരിക്കപ്പെടുന്ന തത്വമായി മാറുകയും ചെയ്തു. കുറച്ച് വർഷങ്ങൾക്ക് ശേഷം എഡ്വിൻ
ഹബിൾ എന്ന് പറയുന്ന ശാസ്ത്രജ്ഞൻ അദ്ദേഹത്തിന്റെ നിരീക്ഷണത്തിലൂടെ ഈ പ്രപഞ്ചം വികസിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്, ഗാലക്സികളിൽ നിന്ന് അകന്നു പോയിക്കൊണ്ടിരിക്കുകയാണ് എന്ന് കണ്ടെത്തുകയും അദ്ദേഹത്തിന്റെ സ്പേസ് എക്സ്പാൻഷൻ തിയറി എന്ന് പറയുന്ന തിയറി അവതരിപ്പിക്കുകയും ആ തിയറി കൂടി വന്നതോടുകൂടി ലോകത്ത് ഏറ്റവും വിശ്വസിക്കപ്പെടുന്ന, അംഗീകരിക്കപ്പെടുന്ന തിയറിയായി പരിശുദ്ധ ഖുർആൻ പ്രപഞ്ചത്തിന്റെ ഉത്ഭവത്തെ കുറിച്ച് പറഞ്ഞ ആയത്തിനോട് യോജിക്കുന്ന രീതിയിൽ തന്നെ ബിഗ് ബാങ് ലോകത്ത് അംഗീകരിക്കപ്പെട്ടു. ആ ഒരു ബിന്ദുവിൽ നിന്ന് ആരംഭിച്ച വികാസം, വിസ്ഫോടനം അതിന്നും സംഭവിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. അല്ലാഹു തആല ഖുർആനിൽ മറ്റൊരു സ്ഥലത്ത് വസ്സമാഅ ബനൈനാഹാ ബിഐദിൻ, ഈ പ്രപഞ്ചത്തെ നാമാണ് ഇങ്ങനെ രൂപപ്പെടുത്തിയത്, ഇങ്ങനെ ഉണ്ടാക്കിയത്, നിർമ്മിച്ചത്, ബിഐദിൻ നമ്മളുടെ ശക്തി കൊണ്ട്, വഇന്നാ ലമൂസിഊൻ തീർച്ചയായും നാം ഈ പ്രപഞ്ചത്തെ വിശാലമാക്കിക്കൊണ്ടേ ഇരിക്കും. ഇതാണ് ശാസ്ത്ര സമൂഹം ഇന്ന് പറയുന്ന പ്രപഞ്ചത്തിന്റെ ഉത്ഭവവുമായി ബന്ധപ്പെട്ട ഏറ്റവും അംഗീകരിക്കപ്പെടുന്ന തത്വം. പ്രപഞ്ചത്തിന്റെ ഉത്ഭവത്തെക്കുറിച്ച് മനുഷ്യരും മതങ്ങളും ശാസ്ത്ര സമൂഹങ്ങളും ഒക്കെ ചിന്തിച്ചതുപോലെ തന്നെ, അല്ലെങ്കിൽ അതിനേക്കാൾ ഉപരിയായി ഈ പ്രപഞ്ചത്തിന്റെ ഒടുക്കത്തെക്കുറിച്ചും ലോകം ചിന്തിക്കുകയും അതിനെക്കുറിച്ച് നിലപാടുകളിലേക്ക് എത്തുകയും ചെയ്തതായി നമുക്ക് വ്യത്യസ്ത മതങ്ങളിലേക്കും ശാസ്ത്ര സമൂഹത്തിലേക്കും കണ്ണോടിച്ച് നോക്കിയാൽ കാണാൻ സാധിക്കും. ശാസ്ത്രീയമായി ഇന്ന് നോക്കിക്കഴിഞ്ഞാൽ 3 തിയറികളാണ് ഈ ലോകത്തിന്റെ അവസാനത്തെ കുറിച്ച് പറയുന്നത്. ഒന്ന് ബിഗ് ക്രഞ്ച് ആണ്, 2 ബിഗ് ഫ്രീസ്, 3 ബിഗ് റിപ്പ്. ബിഗ് ക്രഞ്ച് എന്ന് പറഞ്ഞാൽ ഐൻസ്റ്റീനെ പോലുള്ള ആളുകൾ സ്പേസ് ടൈം ബിഗാൻ ഫ്രം ദ ബിഗ് ബാങ് ആൻഡ് ഇറ്റ് മേ ബി എൻഡ് അറ്റ് എ ബിഗ് ക്രഞ്ച്. സമയവും സ്ഥലവും പ്രപഞ്ചവും ഒക്കെ തുടങ്ങിയത് ബിഗ് ബാങ്കിലൂടെയാണ്, അത് ബിഗ് ക്രഞ്ചിൽ അവസാനിക്കും. ബിഗ് ക്രഞ്ച് എന്ന് പറഞ്ഞാൽ ഇപ്പോഴും ഈ പ്രപഞ്ചം ഇങ്ങനെ വികസിച്ചു കൊണ്ടിരിക്കുകയാണ് അതിവേഗത്തിൽ. നമ്മളൊരു ബലൂൺ അതെടുത്തു വെച്ച് ഇങ്ങനെ അതിലേക്ക് ഊതിക്കഴിഞ്ഞാൽ അതിങ്ങനെ വികസിച്ച് വലുതായിക്കൊണ്ടിരിക്കും. എത്ര അതിലേക്ക് ശക്തി പോകുന്നോ അതിനനുസരിച്ച് ആ ബലൂൺ ഇങ്ങനെ വലുതായി വികസിച്ചുകൊണ്ടേ ഇരിക്കും. ആ ബലൂണിൽ ഊതുന്നത് നിർത്തി അതിന്റെ ഉള്ളിലേക്ക് ലഭിക്കുന്ന ആ ശക്തി അവസാനിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായി ആ ബലൂൺ, വികസിച്ച ബലൂൺ അതിന്റെ ആദ്യത്തെ പോയിന്റിലേക്ക്, പഴയ അവസ്ഥയിലേക്ക് അതിനേക്കാൾ വേഗത്തിൽ തിരിച്ചു വരും. ഇതുപോലെ ബിഗ് ക്രഞ്ച് എന്ന് പറഞ്ഞാൽ മഹാവിസ്ഫോടനത്തിലൂടെ ഉണ്ടായി അങ്ങനെ ആരംഭിച്ച് വികസിച്ചു കൊണ്ടിരിക്കുന്ന ഈ പ്രപഞ്ചം, അതിന്റെ വികസനം അവസാനിച്ചു കഴിഞ്ഞാൽ അത് വീണ്ടും തിരിച്ച് അതിനേക്കാൾ ശക്തിയിൽ പഴയതുപോലെ ഒറ്റ പിണ്ഡമായി വരും. അങ്ങനെ സകലതും നശിച്ച് തരിപ്പണമാകുമെന്ന ബിഗ് ക്രഞ്ച് എന്നുള്ളതാണ് ഐൻസ്റ്റീനെ പോലുള്ള ശാസ്ത്രജ്ഞന്മാർ പറയുന്ന ലോകത്തിന്റെ അവസാനം. രണ്ടാമതൊന്നുണ്ട് ബിഗ് ഫ്രീസ്. ഇന്ന് ഏറ്റവും കൂടുതൽ ലോകത്ത് ശാസ്ത്രജ്ഞന്മാർ ഉപയോഗിക്കുന്ന ലോകാവസാനത്തിന്റെ ഒരു രൂപമാണ്. ഇതിങ്ങനെ വികസിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. ഗാലക്സികൾ അകന്നകന്ന് പോകുന്നതിനനുസരിച്ച് പുതിയ നക്ഷത്രങ്ങൾ രൂപപ്പെടുന്നത് ഇല്ലാതാവുകയും പഴയ നക്ഷത്രങ്ങൾ അണഞ്ഞു പോവുകയും പിന്നെ വെളിച്ചമില്ലാതെ, ചൂടില്ലാതെ ഈ പ്രപഞ്ചം മുഴുവൻ ഇരുട്ടിലാവുകയും തണുത്തുറച്ച് ഒറ്റ ജീവജാലങ്ങൾക്കും ജീവിക്കാൻ പറ്റാതെ ആയി ഈ പ്രപഞ്ചം അവസാനിക്കും. മൂന്നാമത്തതുണ്ട് ബിഗ് റിപ്പ്. ബിഗ് റിപ്പ് എന്ന് പറഞ്ഞാൽ നമ്മളൊരു ബലൂൺ ഇങ്ങനെ ഊതിക്കൊണ്ടേയിരുന്നു, പരമാവധി ഊതി അതിനെത്ര വികസിക്കാൻ പറ്റുമോ അത്രയും അത് വികസിച്ചു കഴിഞ്ഞാൽ പിന്നെ അത് കീറിപ്പോകും. ഈ പ്രപഞ്ചം ഇങ്ങനെ വികസിച്ചു കൊണ്ടിരിക്കുകയാണ്. അതിന് വികസിക്കാനുള്ള അതിന്റെ പരിമിതികൾ അവസാനിച്ചു കഴിഞ്ഞാൽ സകല വസ്തുക്കളും സ്പ്ലിറ്റ് ആയി പോകും. ആറ്റം മുതൽ സകല വസ്തുക്കളും വേർപിരിഞ്ഞ് കീറി പറഞ്ഞു പോകും, മനുഷ്യരടക്കം. അങ്ങനെ ഈ ലോകം അവസാനിക്കും. അതാണ് ബിഗ് റിപ്പ് എന്ന് പറയുന്ന തിയറി. ഈ 3 തിയറികളാണ് ശാസ്ത്ര സമൂഹം ഇന്ന്, ആധുനിക ഫിസിക്സ് നമ്മളോട് പറയുന്ന ഈ ലോകത്തിന്റെ ഒടുക്കത്തെ കുറിച്ചുള്ള തിയറി. മതങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ വ്യത്യസ്തമായ മതങ്ങൾ ലോകാവസാനത്തിന്റെ പല രൂപങ്ങളെ കുറിച്ച് പറയുന്നതായി കാണാൻ സാധിക്കും. അല്ലാഹു തആല പരിശുദ്ധ ഖുർആനിൽ സൂറത്തുൽ ഖിയാമ, ഈ ലോകത്തിന്റെ അവസാനം എന്ന് അർത്ഥം വരുന്ന ഒരു സൂറത്ത് തന്നെ അവതരിപ്പിച്ചു. യസ്അലു അയ്യാന യൗമുൽ ഖിയാമ, നബിയെ തങ്ങളുടെ അടുക്കൽ ആളുകൾ വന്നിട്ട് എന്നാണ്, എപ്പോഴാണ് ഖിയാമത്ത് സംഭവിക്കുന്നത് എന്ന് ചോദിക്കും. فإذا برق البصر وخسف القمر وجمع الشمس والقمر يقول الإنسان يومئذ أين المفر. ആകാശഭൂമികൾ, അതിലെ നക്ഷത്രങ്ങൾ, സൂര്യൻ, ചന്ദ്രൻ ഇതൊക്കെ കൂട്ടിമുട്ടുകയും മനുഷ്യന് ജീവിക്കാൻ സാധിക്കാത്ത അസഹനീയമായ ചൂടുണ്ടാവുകയും
ഈ പ്രപഞ്ചം നിങ്ങൾ പ്രതീക്ഷിക്കാത്ത രീതിയിൽ തകർന്ന് തരിപ്പണമായി പോകുന്നത് നിങ്ങളുടെ കൺമുമ്പിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്ന ഒരു ദിവസം വരും. അന്ന് മനുഷ്യൻ ചോദിക്കും, ഐനൽ മഫർ, എവിടെയാണ് ഇനി നമ്മളുടെ പോക്ക്, എങ്ങോട്ടാണ്, ഇനി നമ്മൾ എന്ത് ചെയ്യും? അല്ലാഹു തആല പറഞ്ഞു, കല്ലാ ലാ വസറ ഇലാ റബ്ബിക യൗമഇദിനിൽ മുസ്തഖർ, നിന്റെ സൃഷ്ടാവായ അള്ളാഹുവിന്റെ മുമ്പിലേക്ക് നിന്നെ ഇതാ ഹാജരാക്കപ്പെടാൻ പോവുകയാണ് എന്ന് ഖുർആൻ പറയുന്നു. ലോകത്തിന് തുടക്കമുള്ളതുപോലെ ഒടുക്കത്തെക്കുറിച്ചും ശാസ്ത്രം പറയുന്നത് പോലെ മറ്റു മതങ്ങൾ പറയുന്നത് പോലെ പരിശുദ്ധ ഇസ്ലാം ലോകത്തിന്റെ തുടക്കത്തെയും ലോകത്തിന്റെ അവസാനത്തെയും നമ്മളോട് പറഞ്ഞു തന്നു. ലോകത്തിന്റെ അവസാനത്തിന് യൗമുൽ ഖിയാമ എന്ന് പേരും വെച്ചു. എന്ന് മാത്രമല്ല, നമ്മളുടെ അടിസ്ഥാന വിശ്വാസത്തിന്റെ 6ാമത്തെ ഭാഗമാക്കി യൗമുൽ ഖിയാമത്തിനെ, അന്ത്യനാളിനെ കൊണ്ടുള്ള വിശ്വാസത്തെയും ഇസ്ലാം നമ്മളെ പഠിപ്പിച്ചു. ഇതെന്നാണ് സംഭവിക്കുന്നത്? ലോകത്താർക്കും കൃത്യമായി ദിവസം സമയം നിശ്ചയിച്ച് പറയാൻ സാധിക്കുകയില്ല എന്നും അള്ളാഹു പറഞ്ഞു. നമ്മൾ കഴിഞ്ഞ ആഴ്ച പറഞ്ഞതുപോലെ അള്ളാഹുവിന്റെ മാത്രം അറിവിലുള്ള മഗീബാത്തുൽ ഖംസ എന്ന് അറിയപ്പെടുന്ന 5 രഹസ്യങ്ങളുടെ കൂട്ടത്തിൽ അള്ളാഹു പറഞ്ഞു, ഇന്നല്ലാഹ ഇൻദഹു ഇൽമുസ് സാഅ, അള്ളാഹുവിന്റെ അടുക്കലാണ് ഖിയാമത്ത് എപ്പോ സംഭവിക്കുമെന്ന കൃത്യമായ അറിവ്. നമ്മൾ കഴിഞ്ഞ ആഴ്ചയിൽ പറഞ്ഞു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മരണപ്പെടുന്നതിന് ആഴ്ചകൾക്ക് മുമ്പ് ജിബ്രീൽ അലൈഹിസ്സലാം ഒരു മനുഷ്യന്റെ രൂപത്തിൽ നബി തങ്ങളുടെ പള്ളിയിലേക്ക് വരികയും ഇസ്ലാമിന്റെ അടിസ്ഥാന കാര്യങ്ങളെക്കുറിച്ച് ഒരു വിദ്യാർത്ഥി ചോദിക്കുന്നത് പോലെ ചോദ്യങ്ങൾ ചോദിക്കുകയും ആ ചോദ്യങ്ങൾക്കൊക്കെ നബി തങ്ങൾ മറുപടി പറയുകയും ചെയ്യുന്ന ഹദീസു ജിബ്രീൽ എന്ന് പറയുന്ന ഹദീസിനെ കുറിച്ച്. ആ ഹദീസിന്റെ അവസാനത്തിൽ മതസ്സാഅതു യാ റസൂലല്ലാഹ്, ഖിയാമത്ത് എപ്പോഴാണ് സംഭവിക്കുന്നത് എന്ന ചോദ്യം ചോദിക്കുമ്പോൾ മൽ മസ്ഊലു അൻഹാ ബിഅഅലമ മിനസ് സാഇൽ, ചോദിക്കപ്പെടുന്ന വ്യക്തി ചോദിക്കുന്ന വ്യക്തിയേക്കാൾ ഒട്ടും അറിവ് കൂടുതൽ ആ വിഷയത്തിൽ ഉള്ള ആളല്ല. നമുക്ക് രണ്ടുപേർക്കും എന്നാണ് സംഭവിക്കുന്നത് എന്ന് കൃത്യമായ അറിവില്ല എന്ന് മരണപ്പെടുന്നതിന് ആഴ്ചകൾക്ക് മുമ്പ് മുഴുവൻ പ്രവാചകന്മാരുടെയും നേതാവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മുഴുവൻ പ്രവാചകന്മാർക്കും വഹി എത്തിച്ചു കൊടുത്തിരുന്ന അള്ളാഹുവിന്റെ മലക്കുകളുടെ നേതാവായ ജിബ്രീൽ അലൈഹിസ്സലാമിനോട് മറുപടി പറയുന്നു. ഖിയാമത്ത് നമ്മളുടെ വിശ്വാസത്തിന്റെ ഭാഗമാണ്. ഈ ലോകം പൂർണ്ണമായി നശിക്കും, അവസാനിക്കും. ഈ ലോകത്തെ മുൻമാതൃകയില്ലാതെ ആദ്യം സൃഷ്ടിച്ച അതേ അള്ളാഹു തന്നെ സകലതും നശിച്ചതിന് ശേഷം വീണ്ടും പുനർസൃഷ്ടിക്കുകയും നാം ഓരോരുത്തരെയും നമ്മളുടെ ഖബറുകളിൽ നിന്ന് വീണ്ടും ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുകയും അള്ളാഹുവിന്റെ മുമ്പിലേക്ക് ഹാജരാക്കപ്പെടുകയും നമ്മളുടെ പ്രവൃത്തികൾക്ക് വിചാരണ നടത്തപ്പെടുകയും അതിനനുസരിച്ച് പ്രതിഫല ശിക്ഷകൾ വിധിക്കപ്പെടുകയും ചെയ്യും എന്നുള്ള ഖിയാമത്ത് നാളിനെ കൊണ്ടുള്ള, അന്ത്യദിനത്തെ കൊണ്ടുള്ള വിശ്വാസം നമ്മളുടെ ഈമാനിന്റെ അടിസ്ഥാന വിശ്വാസത്തിൽപ്പെട്ടതാണ്. ആരെങ്കിലും നിഷേധിച്ചാൽ അവൻ ഇസ്ലാമിന്റെ വെളിയിൽ പോകും. പക്ഷേ അതെപ്പോ സംഭവിക്കും എന്നുള്ളത് പറയാൻ ഏറ്റവും യോഗ്യതയുണ്ടായിരുന്ന മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പോലും നമ്മളോട് പറഞ്ഞിട്ടില്ല, തങ്ങൾക്കും അറിയുകയില്ല എന്ന് പഠിപ്പിച്ചിട്ടാണ് ഈ ലോകത്ത് നിന്ന് മരണപ്പെടുന്നത്. പക്ഷേ നമ്മുടെ നാട്ടിൽ ഇന്ന് വ്യാപകമായി അടുത്ത ആഴ്ചയും അടുത്ത മാസവും ഒക്കെ ഖിയാമത്ത് സംഭവിക്കും എന്ന് പറഞ്ഞ് മനുഷ്യരെ പേടിപ്പിക്കുന്ന പണ്ഡിതന്മാരുടെ പ്രസംഗങ്ങൾ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. ഖിയാമത്തിന്റെ ദിവസം കൃത്യമായി പറഞ്ഞിട്ടില്ലെങ്കിലും ഖിയാമത്തിന്റെ അടയാളങ്ങളെ കുറിച്ച് ഖുർആനിലും വിശദമായി ഹദീസുകളിലും പറയുന്നതായി കാണാൻ സാധിക്കും. മറ്റ് മതങ്ങളുടെയും വേദഗ്രന്ഥങ്ങളിൽ അടയാളങ്ങളെ കുറിച്ച് പറയുന്നുണ്ട്. പക്ഷേ ഇസ്ലാമിന്റെ പ്രത്യേകത കുറച്ച് വിശദമായി തന്നെ, കുറച്ച് കൂടുതൽ ഖിയാമത്തിന്റെ അന്ത്യദിനത്തിന്റെ അടയാളങ്ങളെ കുറിച്ച് ഖുർആനും ഹദീസും നമ്മളോട് പറഞ്ഞു. ഇതെന്തിനാണ് പറയുന്നത്? ഇത് എവിടെങ്കിലും ആളുകളുടെ ഇടയിൽ പോയിരുന്ന് പ്രസംഗിച്ച് നാട്ടിൽ നടക്കുന്ന സകല സംഭവങ്ങളെയും ഖിയാമത്തിന്റെ അടയാളങ്ങളുമായി ബന്ധിപ്പിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞതാണ് എന്ന് വരുത്തി തീർക്കുന്നതിന് വേണ്ടിയല്ല ഖിയാമത്തിന്റെ അടയാളങ്ങളെ കുറിച്ച് അള്ളാഹു നമ്മളോട് പറഞ്ഞത്. ഖിയാമത്തിന്റെ അടയാളങ്ങളെ കുറിച്ച് പറഞ്ഞത് നമ്മളുടെ ബുദ്ധിക്ക് ദഹിക്കട്ടെ ദഹിക്കാത്തതാകട്ടെ, നമ്മളുടെ കാലത്തിന് മുമ്പ് നടന്നതാകട്ടെ, അല്ലെങ്കിൽ നമ്മളുടെ കാലത്ത് നമ്മൾ സാക്ഷിയാക്കിയതാകട്ടെ, അല്ലെങ്കിൽ നമ്മളുടെ കാലത്തെ സാഹചര്യങ്ങളിൽ നിന്ന് ചിന്തിക്കുമ്പോൾ ഇതൊരിക്കലും നടക്കാൻ സാധ്യതയില്ലാത്തതാണ് എന്ന് നമുക്ക് തോന്നുന്നതാകട്ടെ, ഏത് തരത്തിലുള്ള അടയാളങ്ങളാണെങ്കിലും ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം, മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം അവന്റെ അടിസ്ഥാന ഭാഗത്തിൽപ്പെട്ടതാണ് അല്ലാഹു തആല അല്ലാഹുവിന്റെ പ്രവാചകനിലൂടെ പറഞ്ഞു തന്ന കാര്യങ്ങൾ അത് സംഭവിക്കുമെന്ന് വിശ്വസിക്കുക എന്നുള്ളത് നമ്മളുടെ അടിസ്ഥാന ബാധ്യതയാണ്. രണ്ടാമതായി
ഖിയാമത്തിന്റെ അടയാളം പറയുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ലോകാവസാനത്തിനു മുമ്പ് സംഭവിക്കുന്ന കുറെ പാപങ്ങൾ, തിന്മകൾ, വ്യക്തിപരമായ പാപങ്ങൾ, സാമൂഹികമായ തിന്മകൾ, ഒരു സമൂഹം മുഴുവൻ തിന്മയ്ക്ക് അടിമപ്പെട്ട് അത് തിന്മയല്ലാതായി മാറുന്ന സാഹചര്യങ്ങൾ, ഇതിനെക്കുറിച്ചൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഈ സാഹചര്യങ്ങളൊക്കെ നമ്മളുടെ മുമ്പിലേക്ക് വരുമ്പോൾ ഇതിൽ നിന്ന് സൂക്ഷിച്ച് നമ്മളുടെ ചാരിത്രവും വ്യക്തിത്വവും ഒക്കെ സംരക്ഷിച്ച് ജീവിക്കുന്നതിന് വേണ്ടിയാണ് മുസ്ലിമീങ്ങളെ സംബന്ധിച്ചിടത്തോളം ഖിയാമത്തിന്റെ അടയാളങ്ങളെ കുറിച്ച് പറയുന്നത്. ഈ ഖിയാമത്തിന്റെ അടയാളം നമുക്ക് രണ്ടായിട്ട് തിരിക്കാൻ സാധിക്കും. ഹദീസുകൾ നോക്കിയാൽ അശ്റാത്തു സാഅത്തി സുഗ്റ, അശ്റാത്തു സാഅത്തിൽ കുബ്റ, ചെറിയ അടയാളങ്ങൾ, വലിയ അടയാളങ്ങൾ. ഈ അടയാളങ്ങൾ എന്ന് പറഞ്ഞാൽ സ്വിച്ചിട്ടതുപോലെ സംഭവിക്കുന്നതല്ല, ഘട്ടം ഘട്ടമായി നബിതങ്ങളുടെ നിയോഗം തന്നെയാണ് ഖിയാമത്തിന്റെ ആദ്യത്തെ അടയാളം. ബുഇസ്തു അന വസ്സാഅതി കഹാതൈൻ, ഞാനും ഖിയാമത്തും ഈ രണ്ട് വിരലുകൾ പോലെ അടുത്തടുത്താണ് ഭൂമിയിലേക്ക് അയക്കപ്പെട്ടിരിക്കുന്നത് എന്ന് നബിതങ്ങൾ പറഞ്ഞ തങ്ങളുടെ നിയോഗം മുതൽ തന്നെ ഖിയാമത്തിന്റെ അടയാളം തുടങ്ങി. ഓരോ കാലങ്ങളിൽ അതിന്റെ പല അടയാളങ്ങളും വെളിവാകും. നമ്മൾ ജീവിക്കുന്ന കാലങ്ങളിലൊക്കെ നമുക്ക് മനസ്സിലാകുന്ന രീതിയിൽ ധാരാളം അടയാളങ്ങൾ നമ്മൾ കാണുന്നുണ്ട്. ഖിയാമത്തിന്റെ വലിയ അടയാളങ്ങളുണ്ട്. വലിയ അടയാളങ്ങൾ എന്ന് പറഞ്ഞാൽ അത് പെട്ടെന്ന് പെട്ടെന്ന് ഒന്നിന് പുറകെ ഒന്നായി സംഭവിക്കുന്ന 10 അടയാളങ്ങൾ. ആ 10 അടയാളങ്ങൾ കഴിയുന്നതോടുകൂടി അല്ലാഹു തആല ഖുർആനിൽ പറഞ്ഞു, ഖിയാമത്ത് സംഭവിക്കും നിമിഷ നേരം കൊണ്ട്. ഇല്ല ബഗ്തതൻ ഫഖദ് ജാഅ അശ്റാതുഹാ, ഖിയാമത്ത് പെട്ടെന്നായിരിക്കും സംഭവിക്കുന്നത്. ഹദീസിൽ കാണാം, കച്ചവടത്തിന് വേണ്ടി കട തുറന്ന് കടയിലെ സാധനങ്ങൾ വെളിയിലേക്ക് എടുത്തു വെച്ച മനുഷ്യന് തിരിച്ചകത്തേക്ക് വെക്കാൻ പോലുമുള്ള സമയം കിട്ടാതെ പെട്ടെന്ന് തകർന്നു വീഴും ഈ വലിയ 10 അടയാളങ്ങളും കഴിഞ്ഞാൽ. ചെറിയ അടയാളങ്ങൾ എന്ന് പറഞ്ഞാൽ അത് നബിതങ്ങളുടെ കാലം മുതൽ തുടങ്ങി പല കാലങ്ങളിൽ സംഭവിക്കുന്ന പല സംഭവങ്ങളാണ്. ഈ അടയാളങ്ങളുടെ കൂട്ടത്തിൽ യുദ്ധങ്ങളെ കുറിച്ച് കിതാബുൽ ഫിതനി വൽ മലാഹിം, വലിയ യുദ്ധങ്ങളും ആ യുദ്ധങ്ങളിലൂടെ മനുഷ്യരുടെ സാമൂഹിക വ്യക്തി ജീവിതത്തിൽ ഉണ്ടാകുന്ന സാഹചര്യങ്ങളിൽ ഉണ്ടാകുന്ന വലിയ ഫിത്നകളെ കുറിച്ചും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ആ കൂട്ടത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഖിയാമത്തിന്റെ വലിയ അടയാളങ്ങൾ തുടർച്ചയായി വന്ന് ലോകം അവസാനിക്കുന്ന വലിയ 10 അടയാളങ്ങളിലേക്ക് പ്രവേശിക്കുന്ന, അതിന് കാരണമാകുന്ന ഒരു വലിയ യുദ്ധത്തെ കുറിച്ച് ഖുർആൻ പരിചയപ്പെടുത്തി, അല്ലെങ്കിൽ ഹദീസുകൾ പരിചയപ്പെടുത്തി. അൽ മൽഹമത്തുൽ കുബ്റ, ആ വാക്കിന്റെ അർത്ഥം വലിയ യുദ്ധം എന്നാണ്. ബൈബിളിൽ നോക്കിയാൽ ഏതാണ്ട് ഇതേ സാഹചര്യത്തിൽ ലോകാവസാനത്തിന്റെ തുടക്കം സംഭവിക്കുന്നത് യേശു ഭൂമിയിലേക്ക് തിരിച്ചു വരുന്ന ഹർമജ്ദൂൻ എന്ന് ഈ യുദ്ധത്തിന് ബൈബിളിൽ പേര് കാണാം. ഈ യുദ്ധം ഹദീസ് കൊണ്ട് സ്ഥിരപ്പെട്ടതാണ്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട വിഷയം, നബിതങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിൽ ഖിയാമത്തിന്റെ അടയാളമാണ് എന്ന തരത്തിൽ ഏതെങ്കിലുമൊക്കെ സംഭവത്തെക്കുറിച്ച് പറയണമെങ്കിൽ, അല്ലെങ്കിൽ ഏതെങ്കിലും അടയാളത്തെക്കുറിച്ച് പറയണമെങ്കിൽ, ഒന്നാമതായി നബിതങ്ങളിൽ നിന്ന് ഈ വാക്ക് സ്ഥിരപ്പെട്ടതാണ് എന്ന് സ്ഥിരീകരിക്കാൻ സാധിക്കുന്ന തെളിവുകളിലൂടെ നമ്മളിലേക്ക് ഈ ഹദീസ് എത്തണം. അതിന് ഇന്ന് ഒരുപാട് മാർഗങ്ങളുണ്ട്. ഇസ്ലാമിക പണ്ഡിതന്മാർ ഹദീസുകളുടെ ആധികാരികത, അതിൽ ഏത് സ്വീകരിക്കണം, ഏത് തള്ളണം, ഏത് ഉൾക്കൊള്ളണം, ഏത് നബിതങ്ങൾ പറഞ്ഞതാണ്, ഏത് നബിതങ്ങളുടെ പേരിൽ പിന്നീട് വന്ന ആളുകൾ കടത്തിക്കൂട്ടിയതാണ് എന്ന് കൃത്യമായി മനസ്സിലാക്കുന്നതിന് വേണ്ടി വ്യത്യസ്തമായ ഹദീസിന്റെ നിദാന ശാസ്ത്രങ്ങൾ ലോകത്ത് നിലവിലുണ്ട്. ആ ഹദീസിന്റെ നിദാന ശാസ്ത്രങ്ങളിലൂടെ പ്രവാചകന്റെ നാവുകൊണ്ട് പറഞ്ഞ വചനമാണ് എന്ന് സ്ഥിരപ്പെടുന്ന തരത്തിൽ അതിന്റെ മുഴുവൻ യോഗ്യതകളും ഉണ്ടായ വചനങ്ങൾ ഹദീസായി നമ്മളുടെ മുമ്പിലേക്ക് വന്നാൽ നമുക്ക് പറയാം, ഖിയാമത്തിന്റെ അടയാളമായി നബിതങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇങ്ങനെ പറഞ്ഞു എന്ന്. ഇന്ന് നബിതങ്ങൾ ചിന്തിച്ചിട്ട് പോലും ഇല്ലാത്ത കാര്യങ്ങൾ ഖിയാമത്തിന്റെ അടയാളം എന്ന രീതിയിൽ കഴിഞ്ഞ കുറെ കാലമായി വ്യാപകമായി നമ്മളുടെ ഇടയിൽ ഇസ്ലാമിക പണ്ഡിതന്മാർ തന്നെ പ്രസംഗിക്കുകയും പ്രചരിപ്പിക്കുകയും എന്തെങ്കിലും പണി ചെയ്യാൻ പോകുന്നവന് നാളെ ഖിയാമത്ത് സംഭവിക്കും, അതുകൊണ്ട് ചെയ്യരുത്, അടങ്ങിയിരിക്കണം എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് ഇന്ന് ഈ സമുദായം എത്തി. ഇത് നമ്മുടെ നാട്ടിൽ മാത്രമല്ല, പല കാലങ്ങളിൽ ലോകത്തിന്റെ പല പ്രദേശങ്ങളിലും ഇങ്ങനത്തെ സാഹചര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. നബിതങ്ങളുടെ പേരിൽ പറയുമ്പോൾ ഹദീസ് ഗ്രന്ഥങ്ങളിൽ നിന്ന് അതിന്റെ കൃത്യമായ മാനദണ്ഡങ്ങൾ പാലിച്ച് ഉദ്ധരിക്കാൻ പറ്റുന്ന ഹദീസാണോ എന്ന് പോലും ചിന്തിക്കാതെ
എവിടെങ്കിലും കേട്ടത്, എവിടെങ്കിലും ആരെങ്കിലും എഴുതിയത്, ആരെങ്കിലും ഊഹിച്ചത്, ഏതെങ്കിലും ഇന്റർനെറ്റ് വാളുകളിൽ കണ്ട വചനങ്ങളെ പ്രവാചകൻ പറഞ്ഞതാണ് എന്ന തരത്തിൽ പ്രചരിപ്പിക്കുന്ന അവസ്ഥ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, മൻ കദിബ അലയ്യ മുതഅമ്മിദൻ, ആരെങ്കിലും ഉറപ്പില്ലാതെ ഞാൻ പറഞ്ഞതാണ് എന്ന് പറഞ്ഞ് എന്റെ പേരിൽ ഒരു നല്ല കാര്യം പറഞ്ഞാൽ, ഞാൻ പറയാത്ത ഒരു നല്ല കാര്യം എന്റെ പേരിൽ ആരെങ്കിലും പറഞ്ഞാൽ, ഫൽയതബവ്വഉ മഖഅദഹു മിനന്നാർ, നാളെ ആഖിറത്തിൽ അവൻ നരകത്തിൽ അവന്റെ ഇരിപ്പിടം ഉറപ്പിച്ചു കൊള്ളട്ടെ. അല്ലാഹു തആല ഖുർആനിൽ പറഞ്ഞു, ഖുൽ ഇന്നമാ ഹറമ റബ്ബിയൽ ഫവാഹിഷ മാ ളഹറ മിൻഹാ വമാ ബതൻ. നബിയെ, അവർക്ക് പറഞ്ഞു കൊടുക്കുക, തീർച്ചയായും എന്റെ രക്ഷിതാവായ അല്ലാഹു ജനങ്ങൾക്ക് ഹറാമാക്കിയിരിക്കുന്നു അശ്ലീലതകളെ, പാപങ്ങളെ, പ്രകടമായതും രഹസ്യമായതുമായ പാപങ്ങളെ, വഅൻ തഖൂലു അലല്ലാഹി മാ ലാ തഅലമൂൻ, അല്ലാഹുവിന്റെ പേരിൽ അല്ലാഹു പറയാത്ത, അല്ലാഹു ഉദ്ദേശിക്കാത്ത കാര്യങ്ങൾ ജനങ്ങളോട് പറയുന്ന പണ്ഡിതന്മാരെയും ചെയ്യുന്ന പ്രവൃത്തിയെയും ഞാൻ ഹറാമാക്കിയിരിക്കുന്നു. ഖുർആൻ വ്യാഖ്യാതാക്കളിൽ ഏറ്റവും ആധികാരിക വ്യാഖ്യാതാവായ മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന്റെ ശിഷ്യൻ, അവര് അദ്ദേഹത്തെ തൊട്ട് ഉദ്ധരിക്കുന്നു, ഒരു മനുഷ്യൻ ചെയ്യുന്ന പാപങ്ങളിൽ ഏറ്റവും കടുത്ത പാപം, നന്മയാകട്ടെ തിന്മയാകട്ടെ, അള്ളാഹു പറയാത്ത ഒരു കാര്യം, അള്ളാഹുവിന്റെ റസൂൽ പറയാത്ത ഒരു കാര്യം അവരുടെ പേരിൽ ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കലാണ്, പഠിപ്പിച്ചു കൊടുക്കലാണ്. പലപ്പോഴും ചെയ്യുന്നത് ഒന്ന് പേടിപ്പിക്കാനായിരിക്കും, ഇന്നത് ചെയ്താൽ ഇന്ന ശിക്ഷ തരുമെന്ന് പ്രവാചകൻ പറഞ്ഞത് എന്ന് പറയുന്നത്. നല്ലതാണ്, ഉദ്ദേശം നല്ലതാണ്, പക്ഷെ അവൻ അതിനുവേണ്ടി ഉപയോഗിച്ച വാക്കുകൾ അത് നബിതങ്ങളിലേക്ക് ചേർത്ത് ജനങ്ങളോട് ഇല്ലാത്ത വാക്ക് പറഞ്ഞതോടുകൂടി ഈ പാപം ചെയ്ത മനുഷ്യനേക്കാൾ വലിയ പാപിയായി അവരെ അതിൽ നിന്ന് ഒഴിവാക്കാൻ, അതിൽ നിന്ന് രക്ഷിക്കാൻ പ്രസംഗിച്ച പണ്ഡിതൻ മാറുമെന്ന് പരിശുദ്ധ ഖുർആനും ഹദീസുകളും നമ്മളോട് പറയുന്നു. ഇന്ന് ഖിയാമത്തിന്റെ അടയാളവുമായി ബന്ധപ്പെട്ട് വ്യാപകമായ പ്രചരണങ്ങൾ. എത്രത്തോളം 1500 വർഷങ്ങൾക്കപ്പുറം ഞാൻ ഖബറിൽ കിടക്കുകയില്ല എന്ന് നബി പറഞ്ഞു എന്ന് പറഞ്ഞ് ഒരു ഹദീസ്, അത് ഒരു 7-8 കൊല്ലം മുമ്പേ വ്യാപകമായി ഫേസ്ബുക്കിലും വാട്സപ്പിലും ഒക്കെ പ്രചരിച്ചു. അന്ന് മുതൽ ആളുകൾ എണ്ണിക്കൊണ്ടിരിക്കുകയാണ് നബി മരിച്ചിട്ട് എത്ര വർഷമായി. കാരണം 1500 വർഷത്തിൽ കൂടുതൽ കിടക്കുകയില്ല എന്നാണ് പറഞ്ഞത് എന്ന് പറഞ്ഞ് പ്രവചനം നടത്തിയ ആളുകൾ ഉണ്ടായിരുന്നു. ഞാൻ ഇങ്ങനൊരു ഹദീസ് ഉണ്ടോ എന്നറിയാൻ വേണ്ടി തപ്പി ഒരു കിതാബിന്റെ പേര് അതുമായി ബന്ധപ്പെട്ട് കിട്ടി. ഞാൻ അങ്ങനെ ഒരു വിദേശ രാജ്യത്ത് അവിടെ നിലവിലുള്ള എല്ലാ ബുക്ക് സ്റ്റോറുകളിലും വണ്ടി വിളിച്ചു പോയി നടന്ന് ഈ കിതാബുകളെ കുറിച്ച് അന്വേഷിച്ച് തപ്പി അവസാനം ഒരു പഴയ ബുക്ക് സ്റ്റോറിൽ നിന്ന് കുറെ കാലമായി നശിച്ചു പോയ ഈ പുസ്തകം ഇത് എനിക്ക് ലഭിച്ചു. അതിൽ നോക്കിയപ്പോ ഏതോ ഒരു പണ്ഡിതൻ അദ്ദേഹത്തിന് തോന്നിയ ഒരു സാധ്യത വെറുതെ പറഞ്ഞതാണ്. പക്ഷെ അറബിയിൽ പറഞ്ഞതുകൊണ്ട്, അതേതോ ഇന്റർനെറ്റിൽ നിന്ന് കിട്ടിയത് കൊണ്ട് ആ വാചകത്തിന്റെ മുമ്പിൽ ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി പറഞ്ഞു എന്ന് പറഞ്ഞ് പ്രചരിപ്പിച്ചു. അത് വിശ്വസിച്ച ആളുകളൊക്കെ നബി 1500 വർഷത്തിൽ കൂടുതൽ ഖബറിൽ കിടന്നാൽ നബിതങ്ങൾ കള്ളം പറഞ്ഞു എന്ന് വിശ്വസിക്കേണ്ട അവസ്ഥ വരും, അല്ലെങ്കിൽ നബിതങ്ങൾ വായിൽ തോന്നിയതൊക്കെ പറയുന്നതാണ് എന്ന അവസ്ഥ വരും, അല്ലെങ്കിൽ ഇതൊക്കെ കള്ളമാണ് എന്ന് പറഞ്ഞ് ഈമാനിൽ നിന്ന് വെളിയിലേക്ക് പോകുന്ന അവസ്ഥ വരും. നമ്മളൊരു കൗതുകത്തിന് വേണ്ടി നബിയുടെ പേരിൽ ചേർത്ത ഒരു ഹദീസിന്റെ പേരിൽ. അപ്പൊ ഹദീസ് പണ്ഡിതന്മാർ ഇത്ര വ്യക്തമായി സൂക്ഷിച്ചിരുന്നു. നബിതങ്ങൾ ഖിയാമത്തിന് മുമ്പ് പറഞ്ഞ അടയാളങ്ങൾ അതിന്റെ മുഴുവൻ യോഗ്യതകളോടും കൂടി നമ്മളുടെ കൺമുമ്പിൽ സംഭവിച്ചാൽ പോലും ഇത് നബി പറഞ്ഞ കൃത്യമാ അടയാളമാണ് എന്ന് പറയാൻ അവർ ധൈര്യപ്പെട്ടിരുന്നില്ല. കാരണം ഇതല്ലാത്ത മറ്റേതെങ്കിലും ഒരു സംഭവം നബിതങ്ങൾ പറഞ്ഞ അടയാളവുമായി അതിന്റെ മുഴുവൻ വിശേഷ ഗുണങ്ങളോടുകൂടി യോജിച്ച് വന്നു കഴിഞ്ഞാൽ നബിതങ്ങൾ ഉദ്ദേശിക്കാത്ത ഒരു കാര്യം നബിതങ്ങളുടെ പേരിൽ ക്ലിപ്തമാക്കി പറഞ്ഞതിന്റെ പാപഭാരം എനിക്ക് ആഖിറത്തിൽ ചുമക്കാൻ വയ്യ എന്ന ചിന്തയുടെ പേരിലാണ് ഹദീസ് പണ്ഡിതന്മാരാരും വിശദമായി അതിനെക്കുറിച്ച് പറയാതിരുന്നത്. പിന്നെ നമുക്ക് മനസ്സിലാകുന്ന, അനുഭവപ്പെടുന്ന അടയാളങ്ങൾ 100 കണക്കിന് നമുക്ക് കാണാം. ഹദീസിൽ കാണാം, ലാ തഖൂമു സ്സാഅതു ഹത്താ യതഖാറബു സ്സമാൻ, ഒരു കാലം നിങ്ങൾക്ക് വരും, അന്ന് സമയം വേഗത്തിൽ സഞ്ചരിക്കും. ഒരു വർഷം നിങ്ങൾക്കൊരു മാസം പോലെ അനുഭവപ്പെടും, ഒരു മാസം നിങ്ങൾക്കൊരാഴ്ച പോലെ അനുഭവപ്പെടും, ഒരാഴ്ച നിങ്ങൾക്കൊരു ദിവസം പോലെ അനുഭവപ്പെടും, ഒരു ദിവസം നിങ്ങൾക്കൊരു മണിക്കൂർ പോലെ അനുഭവപ്പെടും, ഒരു മണിക്കൂർ നിങ്ങൾക്ക് സെക്കൻഡുകളുടെ ദൈർഘ്യം പോലെ അനുഭവപ്പെടും. അങ്ങനെ ഒരു കാലം വരും. ഇന്നത് ലോകത്ത് നമ്മളൊക്കെ അതിന്റെ തുടക്കം അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ്.
ഒരു റമദാൻ കഴിഞ്ഞ് അടുത്ത റമദാൻ വരുന്നത് നമ്മൾ അറിയുന്നില്ല. ആഴ്ചകളോ മാസങ്ങൾക്കോ മുമ്പ് കഴിഞ്ഞ റമദാൻ വന്നതുപോലെ അനുഭവപ്പെടുന്ന രീതിയിൽ ഇന്ന് ലോകത്തെ എല്ലാ മനുഷ്യരും അനുഭവിക്കുന്നുണ്ട്. ശാസ്ത്രീയമായി എന്തുകൊണ്ട് ഇത് സംഭവിക്കുന്നു എന്ന് ഇന്നും കൃത്യമായി ഇന്നത്തെ ദിവസം വരെയും കൃത്യമായി ശാസ്ത്രത്തിന് ഉത്തരം നൽകാൻ സാധിക്കാത്ത രീതിയിൽ ലോകത്തിന് സംഭവിക്കുന്നുണ്ട്. ഇതിനെക്കുറിച്ചൊക്കെ നമുക്ക് പറയാം. അല്ലാതെ ഹദീസിൽ വന്ന യുദ്ധങ്ങൾ എടുത്തിട്ട് ഇത് ഇന്ന ആളുകൾ തമ്മിൽ നടക്കുന്ന യുദ്ധമാണ്, അതുകൊണ്ട് ഇനി ഖിയാമത്താണ് എന്ന് പറയാൻ പാടില്ല. ഒരു പണ്ഡിതന്മാരും പറഞ്ഞിട്ടില്ല. ലോകത്ത് വലിയ വലിയ യുദ്ധങ്ങൾ നടന്നിട്ടുണ്ട്. ഹദീസിൽ വന്ന യുദ്ധം അൽ മൽഹമത്തുൽ കുബ്ര, വലിയ മഹായുദ്ധം. ആ യുദ്ധത്തെ കുറിച്ച് ഹദീസുകൾ വന്നു. പല ഹദീസുകൾ ഒരേ ആശയത്തിൽ ഒരേ വിഷയത്തെ കുറിച്ച് പറയുന്ന പല ഹദീസുകൾ നമുക്ക് കാണാൻ സാധിക്കും. ഇതിലേതെങ്കിലും ഒരു ഹദീസിന്റെ ഭാഗം എടുത്തു വെച്ച് വിശദീകരിച്ചാൽ നമുക്ക് കൃത്യമായി അതിന്റെ അർത്ഥം മനസ്സിലാവുകയില്ല. മുഹദ്ദിസുകൾ, ഹദീസ് പണ്ഡിതന്മാർ പറയുന്നുണ്ട്, ഇദാലം യുജ്മഅ തുറുഖുൽ ഹദീസ് ഫലാ യഅരിഫു മഅനാഹു. ഹദീസിന്റെ വ്യത്യസ്തമായ നറേഷനുകൾ മുഴുവൻ ഒരുമിച്ച് കൂട്ടിയതിന് ശേഷം കാര്യങ്ങളെ പഠിക്കാതെ ഏതെങ്കിലും ഒരു ഹദീസ് വെച്ച് ആളുകളുടെ ഇടയിൽ പ്രസംഗിക്കാൻ വേണ്ടി എഴുന്നേറ്റ് നിന്നു കഴിഞ്ഞാൽ നമുക്ക് കൃത്യമായി നബിതങ്ങൾ ഉദ്ദേശിച്ച ആശയവും അർത്ഥവും മനസ്സിലാക്കാൻ സാധിക്കുകയില്ല. ഒരു ഹദീസിൽ നിന്ന് ഏതെങ്കിലും ഒരു സംഭവം കാണിച്ചിട്ട് ഇത് നബി പറഞ്ഞതാണ് എന്ന് പറയണമെങ്കിൽ ഒരുപാട് കടമ്പകൾ കഴിയണം. ഒന്ന്, ഹദീസിന്റെ നിദാന ശാസ്ത്ര പ്രകാരം ഇത് നബിതങ്ങൾ പറഞ്ഞതാണ് എന്ന് സ്ഥിരപ്പെടണം. രണ്ട്, ഇതുമായി ബന്ധപ്പെട്ട് വ്യത്യസ്തമായി വന്ന ഹദീസുകളെ മുഴുവൻ ഒരുമിച്ച് കൂടി ഓരോ വാക്കിന്റെയും ഉദ്ദേശം എന്താണെന്ന് കൃത്യമായി അറിയണം. അറബി ഭാഷയിൽ ആ ഭാഷാപരമായി സാങ്കേതികപരമായി ഉപയോഗിക്കുന്ന മജാസ്, ലുഗവിയ്, ഹഖീഖിയ് എന്നൊക്കെ പറയുന്ന അറബി ഭാഷയുടെ വ്യത്യസ്തമായ തലങ്ങളെക്കുറിച്ചും പ്രയോഗങ്ങളെക്കുറിച്ചും ഒക്കെ കൃത്യമായ അറിവ് വേണം. ഈ അറിവുകളൊക്കെ കിട്ടിയതിന് ശേഷം ഏതെങ്കിലും ഒരു ഹദീസ് നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ അത് നമ്മളുടെ കാലത്ത് നടക്കുന്ന ഒരു സംഭവവുമായി പൂർണ്ണമായി എല്ലാ അർത്ഥത്തിലും യോജിക്കണം. അങ്ങനെ യോജിച്ചാൽ നമുക്ക് പറയാം ഇതിനോട് സാദൃശ്യമായ ഇതുപോലത്തെ സംഭവത്തെ കുറിച്ച് നബിതങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് എന്ന്. ഇന്ന് അങ്ങനെ ഒരു നിബന്ധനയും ആരും നോക്കുന്നില്ല. എന്തെങ്കിലും കിട്ടിയാൽ നടക്കുന്നതൊക്കെ നബിയുടെ തലയിൽ കെട്ടിവെക്കാൻ, ലോകത്ത് സംഭവിക്കുന്നത് മുഴുവൻ നബി പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞ് അഭിമാനം കൊള്ളുന്നതിന് വേണ്ടി എന്ത് നടന്നാലും അത് ഖിയാമത്തിന്റെ അടയാളമായി നബി പറഞ്ഞതാണ്, അതുകൊണ്ട് തൊട്ടുടനെ ഖിയാമത്ത് സംഭവിക്കുമെന്ന് പറയുന്ന അവസ്ഥ. അങ്ങനെ ഈ പണിയാത്ത പാലത്തിന്റെയും യാതൊരുവിധ ഫണ്ടും മുടക്കാത്ത റോഡിന്റെയും ഒക്കെ ഉദ്ഘാടനം ചെയ്യുന്ന ക്രെഡിറ്റ് ഇസ്ലാമിന് ആവശ്യമില്ല. ലോകത്ത് സംഭവിക്കുന്ന എല്ലാ കാര്യങ്ങളെക്കുറിച്ചും നബി പറഞ്ഞു എന്ന് പറഞ്ഞ് ഇല്ലാത്ത ഒരു ക്രെഡിറ്റും അതിന്റെ പേരിൽ അഭിമാനം കൊള്ളുകയും ചെയ്യേണ്ട ആവശ്യം തന്നെ ഇസ്ലാമിലില്ല. ലാ തതുറൂനി കമാ അതറത്തിൻ നസാറ ഈസ ഇബ്നു മറിയം. നിങ്ങൾ എന്നെ പുകഴ്ത്തുക, എന്റെ നന്മ പറയുക, വാഴ്ത്തുക, പക്ഷേ അനർഹമായ നന്മകൾ പറഞ്ഞ് നിങ്ങൾ എന്നെ പുകഴ്ത്തേണ്ട ആവശ്യമില്ല എന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്നെ പറയുന്നു. അപ്പൊ മൽഹമത്തുൽ കുബ്ര എന്ന് പറയുന്ന ഒരു യുദ്ധത്തെ കുറിച്ച് ഹദീസിൽ കാണാം. ആ ഹദീസിലുള്ളത് ഇന്നകും സതുസാലിഹൂന റൂമ സുൽഹൻ ആമിന. നിങ്ങൾ റോമക്കാരുമായി കരാറിൽ ഏർപ്പെടും, സമാധാനത്തിന്റെയും സൈനിക സഖ്യങ്ങളുടെയും കരാറിൽ നിങ്ങൾ റോമക്കാരുമായി ഏർപ്പെടും. ഇവിടെ രണ്ട് വാക്കാണുള്ളത്. ഒന്ന് റോമക്കാർ, രണ്ട് സൈനിക സഖ്യത്തിന്റെ കരാറുകൾ. ഇതില് ഇന്ന് സാധാരണ എല്ലാവരും പറയുന്നത്, പ്രസംഗിക്കുന്നത് റോമക്കാരെന്ന് പറഞ്ഞാല് അമേരിക്കയാണ്, ട്രംപാണ് അമേരിക്കയുടെ നേതാവ്. അപ്പൊ ഇതിന്റെ നേതാവ് ട്രംപാണ്, ട്രംപുമായി യുദ്ധം ചെയ്യുമെന്നാണ് പറഞ്ഞത്. ആ യുദ്ധത്തിൽ അറബികളും കൂടെ ചേർന്ന് ഇറാനുമായി യുദ്ധം ചെയ്യുമെന്നാണ് നബി ഈ പറഞ്ഞതിന്റെ അർത്ഥമെന്നാണ് ഇന്ന് വിശദീകരിക്കുന്നത്. റോം എന്ന് പറയുന്ന ഒരു പട്ടണം ലോകത്ത് നിലവിലുണ്ട്. ഇന്നത്തെ ഇറ്റലിയിലെ ഒരു പ്രത്യേക പ്രദേശമാണ് റോം എന്നുള്ളത്. നബിതങ്ങൾ ജനിക്കുന്നതിനും 200 വർഷം 250 വർഷങ്ങൾക്ക് മുമ്പ് വരെ ലോകത്ത് ഈ റോം തലസ്ഥാനമായി നിലനിന്നിരുന്ന വലിയ ഒരു റോമൻ സാമ്രാജ്യം ഉണ്ടായിരുന്നു. പക്ഷെ നബിതങ്ങൾ ജനിക്കുന്നതിനും 250 വർഷം മുമ്പ് അത് തകർന്ന് തരിപ്പണമായി യൂറോപ്യൻ രാജ്യങ്ങളൊക്കെ ചെറിയ ചെറിയ രാജ്യങ്ങളായി, ശക്തികളായി വിഘടിച്ച് മാറി എന്ന ചരിത്രത്തിൽ നമുക്ക് കാണാം. പിന്നെ അറബികൾ റോം എന്ന് വിളിച്ചിരുന്നത് ആരെയായിരുന്നു? യഥാർത്ഥ റോമൻ ഭരണകൂടം തകർന്ന സമയത്ത് രൂപം കൊണ്ട
ഇന്നത്തെ തുർക്കിയിലെ കോൺസ്റ്റാന്റിനോപ്പിൾ തലസ്ഥാനമായി തുർക്കിയും ഈജിപ്തും ഫലസ്തീനും ഇസ്രായേലും ജോർഡാനും അതിനോട് ചേർന്ന് നിൽക്കുന്ന സിറിയയും ലബനാനും ഇന്നത്തെ ഇറാഖിന്റെ പകുതി പ്രദേശങ്ങളും നീണ്ടു കിടന്നിരുന്ന ഒരു വലിയ പ്രദേശം ഭരിച്ചിരുന്ന കോൺസ്റ്റാന്റിനോപ്പിൾ തലസ്ഥാനമായിരുന്ന ബൈസന്റൈൻ റോം അഥവാ ഈസ്റ്റേൺ റോം എന്നറിയപ്പെട്ടിരുന്ന ഭരണകൂടത്തെയാണ് സഹാബാക്കളും നബിതങ്ങളും ഒക്കെ റോമൻ ഭരണകൂടം എന്ന് വിളിച്ചിരുന്നത്. ഖുർആനും റോം എന്ന് പറഞ്ഞത് അവരെയാണ്. അപ്പൊ പിന്നെ എന്തർത്ഥത്തിൽ നമുക്ക് അമേരിക്കയോട് യുദ്ധം ചെയ്യുമെന്നാണ് ഈ ഹദീസിന്റെ അർത്ഥം എന്ന് പറയാൻ സാധിക്കും? മുൻഗാമികളായ ഹദീസ് പണ്ഡിതന്മാരൊക്കെ ബനുൽ അസ്ഫർ, ഇന്ന് ഈജിപ്തിലും തുർക്കിയിലും ഒക്കെ താമസിക്കുന്ന ആളുകളെ പോലത്തെ ആളുകളാണ് ഈ റോം കൊണ്ട് ഉദ്ദേശം എന്ന് പറഞ്ഞിരിക്കുന്നു. പലതരത്തിലുള്ള വ്യാഖ്യാനങ്ങൾ നടത്തി വേണമെങ്കിൽ നമുക്ക് കൊണ്ടെത്തിക്കാം. നമ്മൾ ജീവിക്കുന്ന 50-60 വർഷം നീണ്ടു നിൽക്കുന്ന ഒരു കുറഞ്ഞ കാലയളവിൽ നമ്മൾ കാണുന്ന സകല യുദ്ധങ്ങളെയും നബി പറഞ്ഞ അവസാനത്തെ യുദ്ധമാണ്, 3-ാം ലോക മഹായുദ്ധമാണ്, ഇവരാണ് ദജ്ജാലിന്റെ ആളുകൾ എന്നൊക്കെ പറയുന്നത് അപകടമാണ്, അബദ്ധമാണ്. നബിതങ്ങളോടും ആരെക്കുറിച്ചാണോ പറയപ്പെടുന്നത് അവരോടും ചെയ്യുന്ന മഹാ അപരാധമാണ്. നമ്മൾ ഇന്ന് ഡൊണാൾഡ് ട്രംപിന്റെ യുദ്ധം കണ്ടിട്ട് അമേരിക്ക മഹാകുഴപ്പക്കാരാണ് എന്ന് നമ്മൾ പറയുമ്പോൾ ചരിത്രം നോക്കിയാൽ ട്രംപൊക്കെ വെറും പാവമാണ്. അതിനു മുമ്പുണ്ടായിരുന്ന ബൈഡൻ ആണെങ്കിലും ഒബാമയാണെങ്കിലും ജോർജ് ബുഷ് ജൂനിയർ ആണെങ്കിലും സീനിയർ ആണെങ്കിലും ബിൽ ക്ലിന്റൺ ആണെങ്കിലും ഐസൻഹോവർ ആണെങ്കിലും ഹെൻറി കിസഞ്ചർ സ്റ്റേറ്റ് സെക്രട്ടറി ആയിരുന്ന കാലത്ത് അമേരിക്ക നടത്തിയ യുദ്ധങ്ങളൊക്കെ നോക്കിയാൽ അമേരിക്കൻ പ്രസിഡന്റുമാരിൽ ഏറ്റവും സാധു ഡൊണാൾഡ് ട്രംപ് ആണെന്ന് നമുക്ക് പറയേണ്ടി വരും. എന്ന് മാത്രമല്ല, നബിതങ്ങൾ ഈ പ്രയോഗം പ്രയോഗിക്കുന്ന കാലത്ത് അമേരിക്ക എന്ന് പറയുന്ന ഒരു പ്രദേശത്തെ കുറിച്ച് ലോകത്ത് അറിയില്ലായിരുന്നു. 1400-കൾക്ക് ശേഷം ഒട്ടോമൻ തുർക്കികൾ അധികാരത്തിൽ വരികയും സിൽക്ക് റൂട്ട് അവർ പിടിച്ചെടുക്കുകയും ചെയ്തതോടുകൂടി യൂറോപ്യന്മാർക്ക് കച്ചവടത്തിന് വേണ്ടി പുതിയ പാതകൾ കണ്ടെത്തണമായിരുന്നു. അവരതിനു വേണ്ടി ഇന്ത്യയും ചൈനയും പോലത്തെ പ്രദേശങ്ങളിലേക്ക് പുതിയ റൂട്ട് കണ്ടെത്തുന്നതിന് വേണ്ടി ക്രിസ്റ്റഫർ കൊളംബസും 1492 ക്രിസ്റ്റഫർ കൊളംബസും 97 വാസ്കോഡ ഗാമയും ഒക്കെ സ്പെയിനിന്റെയും പോർച്ചുഗലിന്റെയും ഒക്കെ സാമ്പത്തിക സഹായത്തോടെയും പിന്തുണയോടും കൂടി ഇന്ത്യയിലേക്കുള്ള പുതിയ ജലമാർഗം കണ്ടെത്തുന്നതിന് വേണ്ടി ഇറങ്ങി പുറപ്പെട്ടു. അതില് ക്രിസ്റ്റഫർ കൊളംബസ് ഇന്ത്യയാണോ എന്ന് വിചാരിച്ച് വഴിതെറ്റി അമേരിക്ക എന്ന് പറയുന്ന കരയിലേക്ക് ചെന്നു. പുള്ളി മരിക്കുന്നത് വരെ അമേരിക്ക ഇന്ത്യയാണ് എന്നായിരുന്നു വിചാരിച്ചിരുന്നത്. അതുകൊണ്ട് അവിടെ കണ്ട ആളുകളെയൊക്കെ റെഡ് ഇന്ത്യൻസ് എന്ന് വിളിച്ചു. അതിനു മുമ്പ് ലോകവുമായി ഒരു ബന്ധവുമില്ലായിരുന്നു. വാസ്കോഡ ഗാമ ഇന്ത്യയിലേക്കുള്ള വഴി കണ്ടുപിടിക്കാൻ വേണ്ടി അതേ സമയത്ത് പുറപ്പെട്ടു. അദ്ദേഹം എങ്ങനെയോ കോഴിക്കോട് കാപ്പാട് വന്ന് കാലുകുത്തി. 97 തന്നെ ബ്രിട്ടീഷുകാരായ ആളുകൾ, കൊളോണിസ്റ്റ് ശക്തികളുടെ ആളുകൾ ഇതേപോലെ തന്നെ ഇന്ത്യ കണ്ടെത്തുന്നതിന് വേണ്ടി ഇറങ്ങി പുറപ്പെട്ട് അമേരിക്കയിലെത്തി. AD 1600 ആയതോടുകൂടി പുതിയ ഒരു പ്രദേശം കണ്ടെത്തിയ ആ പ്രദേശം കോളനി വൽക്കരിക്കുന്നതിന് വേണ്ടി ബ്രിട്ടീഷുകാർ ഇറങ്ങി പുറപ്പെട്ട് അവിടെ ജീവിച്ചിരുന്ന മനുഷ്യരെ അതിക്രൂരമായി കൊന്നുകളഞ്ഞു. കാരണം അവർക്ക് ലോകവുമായി ബന്ധമില്ലാത്തത് കൊണ്ട് മെയിൻലാൻഡിൽ ജീവിക്കുന്ന നമ്മളെ പോലത്തെ ആളുകൾക്കുള്ള രോഗങ്ങളോ അല്ലെങ്കിൽ ആ രോഗങ്ങളുടെ ആന്റിബോഡിയോ പ്രതിരോധ ശേഷിയോ ഒന്നും അവർക്കില്ലായിരുന്നു. പ്ലേഗും കോളറയും ഒക്കെ ബാധിച്ച ആളുകൾ പല സ്ഥലത്തും ഉപയോഗിച്ച പുതപ്പുകളും മറ്റുമൊക്കെ കൊണ്ടുപോയി ഇവർക്ക് സമ്മാനമായി കൊടുത്ത് പകർച്ചവ്യാധികൾ പിടിച്ച് ക്രൂരമായി അമേരിക്കയിലെ നേറ്റീവ് അമേരിക്കൻസ് എന്നറിയപ്പെടുന്ന കൊളംബസ് റെഡ് ഇന്ത്യൻസ് എന്ന് വിളിച്ചിരുന്ന ആളുകളൊക്കെ കൊല്ലപ്പെട്ടു. അതിനുശേഷമാണ് ബ്രിട്ടീഷുകാർ അവിടെ പിടിച്ചെടുക്കുന്നത്. പിന്നെയും വർഷങ്ങൾക്ക് ശേഷമാണ് ഈ കൊളോണിസ്റ്റുകളായിരുന്ന ബ്രിട്ടീഷുകാരിൽ ചില ആളുകൾ കൂടി അമേരിക്ക എന്ന് പറയുന്ന രാജ്യം ഉണ്ടാക്കിയത്. നബിതങ്ങൾ ഇത് പറയുന്ന കാലത്ത് ഇങ്ങനൊരു സ്ഥലത്തെക്കുറിച്ച് ലോകത്ത് മനുഷ്യർക്ക് അറിയില്ലായിരുന്നു. എന്ന് മാത്രമല്ല, നമ്മൾ ലോകത്ത് വലിയ ശക്തികളെ കാണുമ്പോൾ, വൻ ശക്തികളെ നമ്മൾ കാണുന്ന സന്ദർഭത്തിൽ നമ്മൾ വിചാരിക്കും ഇവരിലൂടെ ഈ യുദ്ധങ്ങളൊക്കെ നടക്കും, ഖിയാമത്തിന്റെ അടയാളങ്ങളൊക്കെ ഇവരിൽ പരിപൂർണമായി എന്ന് നമ്മൾ വിചാരിച്ച് നമ്മളുടെ 50-60 വർഷത്തെ ആയുസിന്റെ ഇടയിൽ കാണുന്ന ആളുകളെ കണ്ടിട്ട് ഇതാണ് നബി പറഞ്ഞത് എന്ന് പറയാൻ, ഉറപ്പിക്കാൻ നമുക്ക് അനുവാദമില്ല. അപ്പൊ ഹദീസിലെ ആദ്യത്തെ വാക്ക് ഇന്നക്കും സതുസാലിഹൂന റൂം, ഈ റൂം എന്ന് പറയുന്ന വാക്കിന്റെ വിശദീകരണമാണ് നമ്മൾ പറഞ്ഞത്. ബാക്കി ഹദീസിന്റെ ബാക്കി ഭാഗങ്ങളെ കുറിച്ച് ഇൻഷാ അല്ലാഹ് അടുത്ത ആഴ്ചയിൽ പറയാം. പിന്നെ